ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഥകളെല്ലാം നമ്മുടെ സേതുവും പല്ലവിയും കുറുപ്പമാവനോട് പറഞ്ഞു. ഇനിയും ഈ ഒരു കല്യാണം മുടങ്ങിയാൽ അത് അവൾക്ക് പൂർണ്ണിമയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് കുറുപ്പമാവൻ ചോദിക്കാം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്ത് തീരുമാനം എടുക്കുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം അത് ഉറപ്പിക്കാനെന്ന് കുറുപ്പമാവൻ പറഞ്ഞു കൊടുക്കുന്നു. നിന്നെ എനിക്ക് വിശ്വാസമാണ്, ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞു. പക്ഷേ മോനെ, ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയാണ്, അത് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഉചിതമായത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നും കുറുപ്പമാവൻ സേതുവിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി സേതുവിന് ധൈര്യം കൊടുത്ത് കൂടെ തന്നെ നിൽക്കുകയാണ്. പതറിപ്പോയ സേതുവേട്ടാ, നിഖിലിനെ പുറത്താക്കുന്നു, അത് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പല്ലവി ചോദിക്കാം. പകരം എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൂടി ഉറപ്പിക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു എന്നുള്ള കാര്യവും പല്ലവി സേതുവിനോട് പറയുമ്പോൾ സേതു നിന്ന് ആലോചന തുടങ്ങി. ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന്. അപ്പോൾ എന്നെ ഈ വീട്ടിലേക്ക് അയച്ചത് അച്ഛനല്ലേ? ആ അച്ഛൻ തന്നെ ഒരു വഴി കാണിച്ച് തരും, അച്ഛൻ്റെ ആത്മാവ് എനിക്ക് നേരായ മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സേതു അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സേതു കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ അച്ഛൻ്റെ ആത്മാവ് സേതുവിൻ്റെ അരികിൽ വരികയാണേ. അദ്ദേഹം വന്നു സേതുവിനെ ഇങ്ങനെ തലോടുന്നു. എടാ എഴുന്നേക്കടാ എന്നും പറഞ്ഞ് ഇങ്ങനെ സേതുവിനെ വിളിക്കും. അപ്പോൾ സേതു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ വന്ന് അടുത്തിരിക്കുന്നതായിട്ട് സേതു കണ്ടുകൂട്ട. ചാടി എഴുന്നേറ്റ് നമ്മുടെ സേതു അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പം നീ കിടന്ന് ഉറങ്ങുവാണോ? എടാ കല്യാണം അല്ലേ, നീ ഉറങ്ങിയാൽ അങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിക്കുമ്പം അച്ഛാ, അത് നിശ്ചയിച്ച കല്യാണം അത് നടക്കില്ല എന്ന് സേതു അച്ഛനോട് പറയുവാണ്. നിഖില് ആൾ ശരിയല്ല അച്ഛാ എന്ന് പറയുമ്പം ഞാൻ ഒരു പാമ്പിനെ പാല് കൊടുത്തു വളർത്തി, പ്രതാപൻ അവൻ്റെ ബന്ധുവല്ലേ നിഖില്, ഇങ്ങനെയൊക്കെ വരുമെന്ന് അച്ഛൻ മകനോട് പറയുന്നു. പക്ഷേ മോനെ, വീണ്ടും ഒരിക്കൽ കൂടി കല്യാണം മുടങ്ങിയാൽ അത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയല്ലേ അച്ചുവിൻ്റെ വിവാഹം മുടങ്ങുന്നതെന്ന് അച്ഛൻ മകനോട് ചോദിക്കുക. നിൻ്റെ അമ്മ അവൾ എങ്ങനെ ഇത് സഹിക്കൂടാന്ന് ചോദിച്ചപ്പം അത് തന്നെ അച്ഛാ എൻ്റെയും പ്രശ്നം, അമ്മയെ ഓർത്തിട്ടാണ് ഇതുവരെ ഞാനൊന്നും ചെയ്യാതിരുന്നതെന്ന കാര്യം ഇങ്ങനെ സേതു പറയൂ കേട്ടോ. നിഖില് ശരിയായ ഒരാളേ അല്ല എന്ന് മുന്നേ തന്നെ എനിക്ക് തോന്നിയതാണെന്നും, പക്ഷേ അവൻ്റെ പെരുമാറ്റം, അവൻ്റെ പ്രവർത്തികൾ, അന്ന് ഞാൻ കണ്ട സ്വപ്നം എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നോക്കിയപ്പോൾ അന്നേ എനിക്ക് അവനെ ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു എന്ന് സേതു പറയണം. അമ്മയെ ഓർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്നൊന്നും ചെയ്യാതെ അതിനങ്ങാതിരുന്നതെന്നും സേതു അച്ഛനോട് പറയാം. ഇനിയും മിണ്ടാതിരുന്ന ശരിയാവില്ല അച്ഛാ, കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ അച്ചു ഒരു പാവമാണ്, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നും അറിഞ്ഞുകൊണ്ട് നമ്മൾ അവളെ ഒരു ദുരിതത്തിലേക്ക് തള്ളിവിടാനും പാടില്ലെന്ന് അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്താൽ ആ ദുഃഖം ജീവിതകാലം മുഴുവനും നമ്മൾ കാണേണ്ടി വരുമെന്നും പറഞ്ഞു. അപ്പം ഞാനായിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛാ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ അച്ഛനെന്നെ ഇങ്ങോട്ട് അയച്ചതെന്നൊക്കെ സേതു അച്ഛനോട് തന്നെ ചോദിക്കുക. അപ്പോൾ രക്ഷിക്കും, ഞാൻ എൻ്റെ അച്ചുവിനെ രക്ഷിക്കും, അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലി ഇതുവരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തു എന്നൊക്കെ പറയുമ്പം ശരിയാണെന്നുള്ള ഇതിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കും. ഇനിയും അങ്ങനെ തന്നെ ചെയ്യണം അതിന് എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം വേണമെന്ന് സേതു അച്ഛനോട് പറയുന്നു. സമ്മതം വേണം എന്നൊക്കെ പറയുമ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, എൻ്റെ മനസ്സും ഞാനും നിനക്കൊപ്പം ഉണ്ട് എന്ന് അച്ഛൻ സേതുവിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ സേതുവിന് സമാധാനമായി. ഒന്ന് മാത്രം ശ്രദ്ധിക്കണം, ഇന്ന് ഈ വീട് ഉണരാൻ പോകുന്നത് അച്ചുവിൻ്റെ കല്യാണം സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കുമെന്നും കല്യാണം നടന്നേ പറ്റൂ, വരൻ ആരാണെന്ന് നിനക്ക് തീരുമാനിക്കാമെന്നും അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുക. അത് കേട്ടപ്പോൾ നല്ലൊരാളെ കൊണ്ട് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അച്ചുവിൻ്റെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു. ആ ഒരു ഉത്തരവാദിത്വം ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സേതു ഇങ്ങനെ ഒന്ന് ആലോചിക്കും കേട്ടോ. അപ്പോൾ നീ പറഞ്ഞതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്, ഇതുവരെ ഞാൻ ഏൽപ്പിച്ചതൊക്കെ നീ ഭംഗിയായി തന്നെ ചെയ്തു, ഇനിയും അത് അങ്ങനെ തന്നെ ആകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും, നീ എന്നെ നിരാശപ്പെടുത്തി കളയരുതെന്ന് പറയുക. പെടുത്തില്ലെന്ന് വിശ്വസിച്ചോട്ടേക്ക് അച്ഛനെന്ന് ചോദിക്കുമ്പം അച്ഛന് ഞാൻ വാക്ക് തരികയാണെന്നും അച്ചുവിൻ്റെ കഴുത്തിൽ ഇന്ന് താലി കയറിയിരിക്കും, വരൻ അത് എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെ ആയിരിക്കുമെന്നും സേതു പറയുക. അച്ഛൻ എന്നെ വിശ്വസിക്കാൻ പറഞ്ഞു, അപ്പം നന്നായി വരുമെന്നും എനിക്ക് പകരമല്ല ഞാൻ തന്നെയാണ്, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു, എല്ലാം നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും, അതിന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ദൈവം അത് അച്ഛൻ്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ
സേതു പറയുക കേട്ടോ, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ മകൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുവാണ്. അങ്ങനെ അച്ഛൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മുടെ അച്ഛൻ അനുഗ്രഹവും കൊടുത്തങ്ങ് പോകുമ്പോഴത്തേക്ക് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് വിളിക്കുന്നു. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അച്ഛനെ കണ്ടില്ല. സേതു നേരത്തേക്കും പകച്ച് അതിലെല്ലാം ഓടി നടക്കുക. പെട്ടെന്ന് തന്നെ ഓടി കതച്ച് നേരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവിയുടെ മുറിയിലേക്ക് വന്നു. അപ്പോൾ സേതു ഏട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അച്ഛൻ വന്നു. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛനോ? സേതുവിന് എന്തീ പറയുന്നേ? അപ്പോൾ അച്ഛൻ വന്നു. ആദ്യം അച്ഛൻ ഇപ്പോഴത്തെ പല്ലവി ഇതെന്താ ഇത് ഇങ്ങനെ ഓരോരുത്തർ വരുന്നതെന്ന് ചോദിച്ചു. അതെ, അച്ഛൻ വന്നു എൻ്റെ സ്വപ്നത്തിൽ എന്നോടെല്ലാം പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചു പല്ലവി, എന്തും ചെയ്യാനുള്ള അനുവാദം എൻ്റെ അച്ഛൻ എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛൻ ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ, ഇന്ന് തന്നെ അച്ഛൻ്റെ കല്യാണം നടക്കണമെന്നുള്ളത്. അപ്പോൾ നടക്കും, നമ്മൾ നടത്തും, അതിനുള്ള പ്ലാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പല്ലവി ഇങ്ങനെ പറയുമ്പോൾ അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തുവെന്നും അച്ഛൻ്റെ കഴുത്തിൽ നിന്ന് താലി കയറുമെന്നും ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും എൻ്റെ മനസ്സ് ശൂന്യം തന്നെയായിരുന്നു പല്ലവി എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ പല്ലവി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. എങ്ങനെ കല്യാണം നടത്തണമെന്ന് എനിക്കറിയില്ല, ഒരാളെ കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിച്ചു, എല്ലാം പറഞ്ഞുറപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു. എന്താ ചെയ്യേണ്ടത്, അതിന് മാത്രം സമയമൊന്നും ഇല്ലല്ലോ നമ്മുടെ മുന്നിൽ എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും ഓർത്ത് സേതുവേട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല, എന്നെ വിശ്വാസമാണ് സേതുവേട്ടൻ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ ആണ്, എനിക്ക് 100 വട്ടം വിശ്വാസമാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും ദോഷം വരുന്നതൊന്നും പല്ലവി ആലോചിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ പറയുന്നത് സേതുവേട്ടൻ കേൾക്കാൻ പറഞ്ഞു. ഇന്ന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും, അച്ചു സുമംഗലിയാവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് സേതു ചോദിക്കുക. അത് എനിക്ക് അറിയേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് സേതുവിനോട് പല്ലവി പറഞ്ഞിട്ട് ഇതെല്ലാം പറയാം. അപ്പോൾ സേതു ഇതൊക്കെ കേൾക്കുക. സേതുവേട്ടൻ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും എന്ന കാര്യവും പറയണം. ഒരു തവണ കല്യാണം മുടങ്ങിയത് അച്ചുവിൻ്റെ ആ ചരിത്രം ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്ന കാര്യവും പല്ലവി ഇങ്ങനെ സേതുവിനോട് പറയുന്നു. അമ്മയുണ്ട്, അമ്മയ്ക്കൊന്നും സംഭവിക്കരുത് എന്ന ആഗ്രഹമില്ലേ സേതുവേട്ടന്, അതിന് ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന കാര്യവും പറയണം. എല്ലാ വശവും ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്നും പറയുക. ഇനി ഇത് നടപ്പിലാക്കേണ്ട ചുമതല അത് സേതുവേട്ടനാണെന്ന് പല്ലവി പറയുമ്പോൾ എന്തോ എനിക്കൊരു വിശ്വാസക്കുറവ് പോലെ പല്ലവി. അപ്പോൾ എല്ലാം ശരിയാവും സേതുവേട്ടാ, ധൈര്യമായിട്ട് സേതുവേട്ടൻ ഇരിക്കുക, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. സേതുവേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നതെന്ന് ചോദിച്ചു. നിലവിളക്കും നിറപറയും സാക്ഷിയാക്കി അച്ചു എന്ന് വിവാഹിതയായിരിക്കും. നിഖിലും അവൻ്റെ ആളുകളും പടിക്ക് പുറത്ത് നിൽക്കുകയും ചെയ്യുമെന്നും പല്ലവി പറയുക. ധൈര്യം കാണിക്കേണ്ടത് സേതുവേട്ടനാണെന്നും പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ അത് കാണിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെന്നും പല്ലവി പറയുക. സേതു കുറച്ചുകൂടി ബോൾഡായി ധൈര്യത്തോടു കൂടി സേതു ഇങ്ങനെ നെഞ്ചു വിരിച്ചിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ സേതുവും പല്ലവിയും ആ കാര്യം പറഞ്ഞ് കരാർ ഉറപ്പിച്ച് കൈ കൊടുക്കുന്നു. അങ്ങനെ ഇനി ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയെയും പല്ലവിയുടെ അച്ഛനെയും പല്ലവിയുടെ അമ്മയെയും ഒക്കെയാണ്. അവരിങ്ങനെ വീട്ടിൽ കല്യാണക്കാരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണത്തിന് പോകാം, ഏതായാലും വിളിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഈ ഋതുവിനെ ഒക്കെ പേടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു പോവണ്ടെന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവേണ്ട കാര്യമില്ലെന്നും പറയാം. അപ്പോൾ പാറു പറഞ്ഞു അവരെയൊക്കെ എന്തിനാ നമ്മൾ മൈൻഡ് ആക്കുന്നത്, നമ്മളെ വിളിച്ചത് സേതുവേട്ടനും അതുപോലെ തന്നെ പല്ലവി ചേച്ചിയല്ലേ, അപ്പം നമ്മൾ പോകുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു. അപ്പോൾ ആ കല്യാണം നടക്കുന്നതൊന്നും അല്ലെന്നും ഒപ്പം തന്നെ നമ്മുടെ പാറു പറയാ കല്യാണം നടക്കാൻ പോകുന്നതല്ലെന്നും. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ ഹൽദി വരെ കഴിഞ്ഞു, ഇന്ന് അമ്പലത്തിൽ വെച്ച് ആ കെട്ട് അത് നടക്കും എന്ന അമ്മ പറയുമ്പോൾ എൻ്റെ അമ്മ ആ കല്യാണം നടക്കാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലയെന്ന് അമ്മയ്ക്ക് അറിയില്ലേ, പക്ഷേ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ആ കല്യാണത്തിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പാറു എല്ലാ വിവരങ്ങളും അച്ഛനോടും അമ്മയോടും പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പല്ലവി എന്തിനാ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, അവസാനം അവരെല്ലാവരും കൂടെ കയറി ഒന്നാകും, പെടാൻ പോകുന്നത് അവളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശോഭാമ പറയാം. അപ്പോൾ കല്യാണം എന്നൊക്കെ പറയുന്നതേ വളരെ വൈകാരികമായി എല്ലാവരും ഭാവിക്കുന്ന ഒരു കാര്യമാണെന്നും പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ പലതിലും ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഇന്നത്തെ ദിവസം പൊന്നും മഴത്തിൽ പലതും നടക്കുമെന്ന് പാറു പറയുക. അതിനുള്ള തയ്യാറെടുപ്പേ ചേച്ചിയും സേതുവേട്ടനും നടത്തി കഴിഞ്ഞെന്നും പാറു ഇവരോട് പറഞ്ഞു. അപ്പം ശേഷം സ്ക്രീനിൽ കാണാവുന്നു. അതുവരെ ഒന്ന് നിങ്ങൾക്ക് കാത്തിരുന്നൂടെ എന്ന് ചോദിച്ചു നമ്മുടെ പാറു അവിടെ പോയിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കല്യാണ വീട്ടിൽ നമ്മുടെ പൂർണിമ ഒരുങ്ങി വന്നു, ബേബി ചേച്ചി ഇറങ്ങി വന്നു. അപ്പോൾ ബേബി ചേച്ചിയോട് ചോദിച്ചു ബേബി എല്ലാവരും റെഡി ആയില്ലെന്ന്. അപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. സേതു എവിടെയാണെന്ന് അമ്മ ചോദിച്ചപ്പം ഞാനിവിടെ ഉണ്ടമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കുറുപ്പമ്മാവനും കൂടെ വന്നു. അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നോ, പല്ലവി എവിടെ,
പല്ലവി ഞാനിവിടെ ഉണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അപ്പം അങ്ങോട്ടേക്ക് വന്നു. യാതൊരു പ്രശ്നവുമില്ല, എല്ലാം സെറ്റാണ് ഇപ്പോൾ നിലവിൽ. അപ്പം മോനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞല്ലോ അല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു കുറവും ഉണ്ടാവരുത് കേട്ടോ എന്നും പറഞ്ഞു. നല്ലത് പറഞ്ഞില്ലെങ്കിൽ മോശമായി ആരും പറയരുത് എന്ന് അമ്മ സേതുവിനോട് പറയാം. പല്ലവിയും സേതുവും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം നീയെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് കാണുമെന്നൊക്കെ എനിക്ക് അറിയാവുന്നൊക്കെ അമ്മ പറയുക. എന്നാലും ഒരു പരിഭ്രമമുണ്ട്, ആദ്യത്തെ കല്യാണമാണല്ലോ ഈ വീട്ടിലെ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറുപ്പമാനും സേതുവും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം അമ്മേ എങ്ങനെയുണ്ട് അമ്മേ, കൊള്ളാവോ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്വാതി വന്ന് ചോദിച്ചു. അപ്പം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ. ഞാനോ എന്ന് ഋതു ചോദിച്ചപ്പോൾ രണ്ടുപേരെയും കൂടെ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന്. അപ്പോഴും സേതുവിൻ്റെയും പല്ലവിയുടെയും മനസ്സിൽ പഞ്ഞി വെച്ചാൽ കത്തും, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഉള്ളിൽ കിടന്ന് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ അച്യുതേ ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ചു ഒരുങ്ങി വന്നപ്പോൾ ഇതെന്താ നീ ഇത് കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, എവിടെ നിന്റെ പട്ടുസാരി എന്ന് ഋതു ചോദിച്ചു. അപ്പം ഞാനിതാ ഉടുക്കുന്നതെന്ന് പറഞ്ഞു. ഇത് വലിയേട്ടൻ എനിക്ക് വാങ്ങി തന്നതാ, ഇത് മതി എനിക്കെന്ന് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു. ആ സമയത്ത് നീ എന്താ ഈ കാണിക്കുന്നത്, എന്ത് മണ്ടത്തരോ നീ പറയുന്നേ, ഇതേ തിരുവാതിര അല്ല കല്യാണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൃതിക്ക് നേരം പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെ ഉടുക്കുന്നതെന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷമല്ലേ ഞാൻ ഇടേണ്ടത്, ഇതായി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ അച്ചു പറയുമ്പോൾ കേട്ടോ അമ്മ ഇവള് പറഞ്ഞതെന്ന് ഋതുക ഈ ചേച്ചി എല്ലാവരെയും നാണം കെടുത്തുവെന്ന് സ്വാതി പറയുക. അത് കേട്ടപ്പോൾ ഒരിക്കലും ഇല്ല, ഇവൾക്കിത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് നമ്മുടെ പൂർണിമ പറഞ്ഞു. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ വായ അടപ്പിച്ചു പൂർണിമയും. രണ്ടാം സാരി ആയിട്ടേ നമുക്ക് പട്ടുസാരി ഉപയോഗിക്കാം. അപ്പം അമ്മേ അവളുടെ ഒരു ആഗ്രഹമല്ല ഋതു, അത് നടക്കട്ടെ എന്ന് പൂർണിമ കടുത്ത തീരുമാനവും എടുത്തു. നമ്മുടെ സ്വാതിയുടെയും ഋതുകയുടെയും വായ അടപ്പിച്ച്. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ദക്ഷിണ കൊടുക്കൽ ചെയ്യാം, സമയം തെറ്റിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്ന് അച്ഛനെ പ്രാർത്ഥിച്ച് നമ്മുടെ അച്ചു ദക്ഷിണ കൊടുക്കുക. അങ്ങനെ നമ്മുടെ സേതു അന്നേരം അച്ചുവിനോട് മോള് ധൈര്യമായിട്ടിരിക്കുക, അത്ര സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ഇന്നലെ വരെ ഈ ഒരു കല്യാണത്തിൻ്റെ ഇതിൽ ഞാൻ നിന്നത്. ഇപ്പോൾ മനസ്സിൽ ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുപോലെ നടക്കാനേ നീയും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന എന്നും എൻ്റെ ഏട്ടന് വേണ്ടി തന്നെയല്ലേ എന്ന് അച്ചുവും പറഞ്ഞു. ഏട്ടൻ എന്ത് തീരുമാനിച്ചാലും അത് എൻ്റെയും കൂടെ തീരുമാനമായിരിക്കുമെന്ന് നമ്മുടെ അച്ചു സേതുവിനോട് പറയുന്നു. ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ കുറുപ്പേട്ട എന്ന് പറഞ്ഞ് കുറുപ്പേട്ടനെ വിളിച്ചു പൂർണിമ. പിന്നെ അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവിയെ വിളിച്ചു അമ്മ. പല്ലവിയെ വിളിച്ചപ്പോൾ പല്ലവി ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പേടിച്ച് മാറി മാറി നിൽക്കുക. ഈ സമയത്ത് വാ മോളെ എന്ന് പറഞ്ഞ് പൂർണിമ വിളിച്ചു കഴിഞ്ഞപ്പോൾ പല്ലവി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചുവിനെ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ഇവൾക്കൊക്കെ എന്തിനാ ദക്ഷിണ കൊടുക്കുന്നേ എന്ന് ഋതുക ചോദിക്കുക കേട്ടോ. വല്യേട്ടൻ്റെ ഇതിൽക്കണിയല്ലേ, മൂർത്തിയെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ പോരല്ലോ, പൂജാരിയും കൂടി പ്രീതിപ്പെടുത്തണ്ടേ എന്ന് സ്വാതി ഇങ്ങനെ അവിടെ നിന്ന് പറയണം. അപ്പോൾ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ എന്ന് കുറുപ്പമാവൻ ചോദിച്ചു. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ക്യാമറമാൻ വന്നു, ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. ഈ സമയത്ത് ഋതുകയാണെങ്കിൽ കുശുമ്പും കുന്നാമ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ അമ്പലത്തിലേക്ക് ഇവരെല്ലാവരും ഇറങ്ങുവാണ്. ഈ സമയത്ത് അച്ചുവും പല്ലവിയും കൂടി ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് അച്ചു നീ ആദ്യം പാർലറിലേക്കല്ലേ പോണേന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യാം, ഈ കാറിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കാറിൽ കയറ്റി വിടുവാണ് അച്ചുവിനെ. അപ്പോൾ ശരി നീ ലേറ്റ് ആവേണ്ട, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ചുവിനെ പാർലറിലേക്ക് പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞപ്പോൾ സേതുവും കുറുപ്പമ്മാവനും പല്ലവിയും കൂടെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് കുറുപ്പമ്മാവൻ ചോദിച്ചു, സേതു നീ ഇനി പൂർണിമയോടൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല കുറുപ്പമ്മാവ, പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്യാണം നടക്കട്ടെ എന്നാണോ നീ പറയുന്നതെന്ന് കുറുപ്പമ്മാവൻ ചോദിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ കുറുപ്പമ്മാവ, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും കുറുപ്പമ്മാവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് പോയി. പിന്നെ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു. എന്തായാലും ഈ കല്യാണ കച്ചേരി എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും അച്ഛൻ വന്ന് ആത്മാവായി വന്ന അച്ഛൻ സകല കാര്യങ്ങളും സേതുവിന് പറഞ്ഞു കൊടുത്ത് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കുകയാണ് അച്ചുവിൻ്റെ കല്യാണത്തിന്. അപ്പോൾ അങ്ങനെ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉഗ്രൻ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ, ഇന്നത്തെ അല്ല ഈ ഒരാഴ്ചത്തെ കഥ വരുന്നത്. അച്ചുവിൻ്റെ കഴുത്തിൽ ഹരി താലി കെട്ടുന്നത് വരെയുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.